സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ചെങ്ങന്നൂർ, കുട്ടനാട്, കാർത്തികപ്പള്ളി, പൊന്നാനി താലൂക്കുകളിലും കനത്ത മഴയുടെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം വടക്കൻ ജില്ലകളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയാണ്. മലപ്പുറം, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. എങ്കിലും ഇന്നലത്തിൽ നിന്നും ഭേദപ്പെട്ട മഴയുടെ ശക്തി ഇന്ന് കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വടക്കൻ ജില്ലകളിൽ അതേസമയം മഴയുടെ ശക്തി കൂടും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴയുടെ ശക്തി കുറഞ്ഞു. പലയിടത്തും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ മധ്യ കേരളത്തിലോ തെക്കൻ ജില്ലകളിലോ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇന്നും മഴ തുടരും. ജില്ലയിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CK മധു നമ്മളോടൊപ്പം ചേരുകയാണ്. മധു, കണ്ണൂര് വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് ഇന്ന് മഴ ശക്തമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ശക്തമായി തന്നെ മഴ തുടരും എന്ന് തന്നെ അറിയുന്നു. കണ്ണൂര് നല്ല മഴയാണെന്നാണ് അറിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അനുജ, ഇന്നലെ രാത്രിയിലും കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് പുലർച്ചെ ഏതാണ്ട് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അത് ഇപ്പോൾ വീണ്ടും കൂടുതൽ ശക്തി ആർജിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയോടൊപ്പം തന്നെ ജില്ലയിലെ കനത്ത നാശനഷ്ടങ്ങളും ഇന്നലെ ഉണ്ടായി. ജില്ലയിൽ ഇന്നലെ 2 പേരാണ് മഴക്കെടുതിയിൽ മരിച്ചത്. ഒരാളെ കാണാതായിട്ടുണ്ട്. തലശ്ശേരി കോടിയേരി സ്വദേശി PP ദിവാകരൻ, പാനൂർ ചെറുവറമ്പിലെ മുഹമ്മദ് ഷഫാഖ് എന്നിവരാണ് മരിച്ചത്. സിനാൻ എന്ന വിദ്യാർത്ഥിയെയാണ് കാണാതായത്. ദിവാകരന്റെ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബാംഗങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനിടെ ദിവാകരൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. പാനൂർ ചെറുപറമ്പ് ചിറ്റാരിക്കോട് പുഴയിൽ വീണാണ് ഷഫാദ് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം വൈകുന്നേരത്തോടെ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇതിനിടയിലാണ് ഷഫാദും സിനാനും ഒഴുക്കിൽപ്പെട്ടത്. നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിൽ രാത്രിയോടെ ഷഫാദിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എന്നാൽ സിനാനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രാത്രി വൈകിയും സിനാന് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു. ഒരു പ്രദേശമാകെ വെള്ളത്തിലായ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ 2ാം വാർഡിൽ 100-ലേറെ പേരെ ബന്ധുവീടുകളിലും മറ്റുമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അഴീക്കോടും തലശ്ശേരിയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അഴീക്കോട് മണ്ഡലത്തിൽ 3ഇടത്തും തലശ്ശേരിയിൽ 1ഇടത്തുമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അഴീക്കോട് പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ 179 പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കണ്ണൂർ ജില്ലയിൽ 300-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചതാണ് ഇന്നലെ രാത്രിയോടെയുള്ള ഔദ്യോഗികമായ കണക്ക്. ആലക്കോട് 2ഇടത്ത് ഇന്നലെ ഉരുൾപൊട്ടി. ആലക്കോട് കാപ്പിമലയിലാണ് ഇന്ന് ഉരുൾപൊട്ടിയത്. എല്ലാം ഈ പ്രദേശം ജനവാസം കുറഞ്ഞ മേഖലയായതിനാൽ അപകടങ്ങൾ ഒഴിവായി. കാലവർഷത്തിൽ ഇതുവരെ ജില്ലയിൽ 3 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 25-ലേറെ പേർക്ക് വിവിധ സംഭവങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ട്. 57 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും കനത്ത മഴ തുടരുമെന്നാണ് അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്കാണ് അവധി. അത് ഇത്തരം കാര്യങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഈ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ കനത്ത മഴയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുജ, വിവിധ താലൂക്കിലെ പഞ്ചായത്തുകളിലും മറ്റ് സ്ഥലങ്ങളിലുമായി കൃഷി ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ കണക്ക് വ്യക്തമല്ല. അത് റവന്യൂ വകുപ്പ് തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. അതിനുശേഷമായിരിക്കും ജില്ലയിൽ എത്ര രൂപയുടെ കണക്ക്, എത്ര രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളൂ എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. ശരി, വ്യക്തമാണ് മധു. കണ്ണൂർ ജില്ലയിലെ മഴ ഇന്നും ശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുകയാണെന്നാണ് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലാ റിപ്പോർട്ടർ മധു നൽകിയ വിവരം.